എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളൊരു രസവും ഒരു കക്ക ഇറച്ചി റോസ്റ്റുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എന്തുവാന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങളെന്ന് നോക്കാം. ആദ്യം നമുക്ക് രസം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ രസത്തിന് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, മുളക് പൊടി ചേർക്കാതെയുള്ള രസമാണിത്. അപ്പം അതിന് നമ്മളിതാ 1 സ്പൂൺ മുഴുവൻ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, 1/4 സ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്, 3 ചെറിയുള്ളി, കറിവേപ്പില 3-4 ഇതൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത്രയും വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു 5-10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 3 ചെറിയ പച്ചമുളക്, ഒരു വലിയ പച്ചമുളകും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മല്ലിയില അവസാനം ഇട്ട് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൂടാതെ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യമുണ്ട്, കായപ്പൊടി ആവശ്യമുണ്ട്, ഒരല്പം വാളംപുളി. എനിക്ക് രസത്തിന് ഒരുപാട് പുളി ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും വെള്ളത്തിലൊക്കെ പിഴിഞ്ഞെടുക്കണം. പിന്നെ കടുക് വറുക്കാൻ വേണ്ടി, കടുക് വറുക്കുമ്പോൾ നമ്മൾ ആദ്യം ഇച്ചിരി ഉലുവ ഇട്ട് വറക്കുന്നുണ്ട്, കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പച്ചമുളക് രസത്തിന് വേണ്ടത്. അപ്പം നമുക്കിനി കക്കയിറച്ചിക്ക് വേണ്ട റോസ്റ്റിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, സിമ്പിൾ കറികളുമാണ്, എന്നാലും ഞാൻ എൻ്റെ രീതിയിലൊന്നും കാണിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കക്ക റോസ്റ്റിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കക്ക ഇറച്ചി ഇവിടെ ഒരു 1/4 കിലോ കക്ക ഇറച്ചി കാണും. ഇത് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട മറ്റുള്ള സാധനങ്ങൾ ഒരു സബോള നമ്മൾ ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലത്തെ വലിപ്പത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളകേ നമ്മൾ എടുത്തിട്ടുണ്ട്, വലിയ പച്ചമുളകായതുകൊണ്ട് ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2-3 ഇല കറിവേപ്പില വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, നമ്മൾ ഉള്ളിക്കൊക്കെ ഒരു വഴറ്റുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള മഞ്ഞൾപ്പൊടിയാണിത്. പിന്നെ മസാലയായിട്ട് വേറെ വേണ്ടത് 1 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുഴുവൻ മസാല ചതച്ച് ചേർക്കുവാണ്, മസാല പൊടിയല്ല നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു വലിയ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, നമ്മുടെ തക്കോലത്തിൻ്റെ 2 ഇതൾ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, 2 ഏലക്ക എടുത്തിട്ടുണ്ട്, ചെറിയ 3-4 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം നമ്മളൊന്ന് ചൂടാക്കി പൊടിച്ചു എടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കക്ക റോസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പാചകത്തിലേക്ക് പോകുമ്പോൾ കാണാം. ആദ്യം നമുക്ക് രസം ഉണ്ടാക്കാനുള്ളൊരു ചട്ടി അടുപ്പിൽ വെച്ച്, ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഉലുവയും പൊട്ടിക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് 5-6 ഉലുവയും എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ച ഉലുവ ഇട്ട് കൊടുക്കാം, അതും ഒന്ന് മൂക്കട്ടെ. നമ്മൾ നേരത്തെ കാണിച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ നല്ല ജീരകം, കുരുമുളക്, ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം, ഈ ചതച്ച സാധനങ്ങളെല്ലാം ഒന്ന് മൂത്ത് വരണം. നമുക്കിവിടെ പച്ചമുളക് രസമാണ് ഇഷ്ടം, മുളക് പൊടി ഇടുന്നതിനെ കഴിഞ്ഞ് പച്ചമുളക് രസമാണ് ഇഷ്ടം, അതുകൊണ്ട് പച്ചമുളകും കുരുമുളകുമാണ് ഇതിൻ്റെ എരിവിനായിട്ട് വരുന്നത്. മുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല. വേണമെങ്കിൽ ഒരു തക്കാളിയും ചേർക്കാം, എൻ്റെ ഈ തക്കാളി ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മളിപ്പം വാളംപുളി ഒഴിച്ചാണ് രസം ഉണ്ടാക്കുന്നത്. ഈ കൂട്ടത്തിൽ നമ്മൾ ആ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി ഇവിടെ ഇട്ട് കൊടുക്കാം.
അത് ആ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടൊന്ന് മൂത്തോട്ടെ. ഈ ചതച്ച സാധനങ്ങളെല്ലാം മൂത്തിട്ടുണ്ട്, മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അതിനകത്ത് കുറച്ച്. ഇനി നമ്മൾ ആ വാളംപുളി പിഴിഞ്ഞ് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വാളംപുളി വെള്ളം, ബാക്കി നമ്മുടെ സാധാരണ പച്ചവെള്ളം കൂടെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പും ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളക് രസം ഇവിടെ റെഡിയാകും. ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡിയാകും. അവസാനമായിട്ട് നമുക്ക് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് തിളയ്ക്കട്ടെ. രസം എന്തായെന്ന് നോക്കാം. രസം നല്ല അടിപൊളിയായിട്ട് തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ ഒരു കളറിലേ ഇത് കിട്ടുള്ളൂ. ഈ ഒരു കളറാണ് മഞ്ഞപ്പൊടി ഇട്ടതിൻ്റെ, പച്ചമുളക് ചതച്ചതിൻ്റെ ഒക്കെ ആ ഒരു കളറേ ഇതിന് കിട്ടുള്ളൂ. മുളക് പൊടിയുടെ കളർ ഇതിനില്ല. ഞങ്ങൾക്കിവിടെ ഈ രസമാണ് ഇഷ്ടം. അപ്പോൾ രസപരിപാടി ഇവിടെ കഴിഞ്ഞു. ഇത് നമുക്ക് വാങ്ങി വെച്ചിട്ട് ഇനി ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് വേണം അടുത്തത് കക്ക റോസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കാം. കക്ക റോസ്റ്റിനുള്ള ചീനച്ചട്ടി നമ്മൾ അടുപ്പേ വെച്ച് അത് ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ വെളുത്തുള്ളി, നമ്മുടെ തേങ്ങാക്കൊത്ത്, അരിഞ്ഞു വെച്ച പച്ചമുളക്, കറിവേപ്പില, ഉള്ളി, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഈ ഉള്ളിയിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. കക്കയിറച്ചി നമ്മൾ മഞ്ഞളിട്ട് വേവിച്ചിരിക്കുന്നത് കൊണ്ട് ഒരുപാട് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. ഈ ഉള്ളിക്കും തേങ്ങയ്ക്കും ഒക്കെ ഒന്ന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരട്ടെ. നമ്മൾ എടുത്തു വെച്ച ആ മസാലക്കൂട്ടെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചിട്ടില്ല. നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇടികളിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. അതുകൂടെ ഇന്ന് ഇതിൻ്റെ കൂടെ കിടന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് എടുത്തു വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കക്കയിറച്ചി വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി കൂടെ ഇതിനകത്തിട്ട് ഒന്ന് മുരിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തിട്ട് കക്ക റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിയും. അരപ്പെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. ഇളക്കിയൊക്കെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചൊന്ന് എല്ലാം കൂടെ യോജിച്ച് വരാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്ന് ഇടയ്ക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് കക്കയിറച്ചി റോസ്റ്റ് എന്തായെന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ടൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് അടച്ച് വെച്ച് കഴിഞ്ഞ് 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു. നമ്മൾക്ക് ഇവിടെ വെളിച്ചെണ്ണ ഇന്നലെ ഒരു പെല്ലറ്റ് വറുത്തതിൻ്റെ ബാലൻസ് വെളിച്ചെണ്ണ ഇരുന്ന് അത് തന്നെയാണ് നമ്മൾ ഈ റോസ്റ്റിന് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഒരു ഇച്ചിരി കൂടുതലായി പോയിട്ടുണ്ട്. ഇത്രയും വെളിച്ചെണ്ണയുടെ ആവശ്യം നമുക്കില്ല. അടിപൊളി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് 2 കറികളും കാണാം. നമ്മുടെ 2 കറികളും ഇവിടെ റെഡിയായി കഴിഞ്ഞു. പച്ചമുളകും കുരുമുളകും ഇട്ട് ഉണ്ടാക്കിയ രസം അടിപൊളി രുചിയാണ്. മുളക് പൊടി ചേർത്തിട്ടില്ല, പക്ഷേ എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തിട്ട് ഉണ്ടാക്കിയ കക്കയിറച്ചി റോസ്റ്റ്. അപ്പോൾ ഈ 2 കറികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ തന്നെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം.